ഇപ്പൊ എല്ലാവർക്കും അറിയാനായ വാർ ടൂവിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പം ബോളിവുഡില് ഏറ്റവും നല്ലൊരു ഇൻഡസ്ട്രി എന്നുള്ള ഒരു പേര് അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിവുഡ് ആയിരുന്നു, ഇന്ത്യയിലല്ല. പക്ഷെ ഇപ്പൊ അത് മാറി കേരള അല്ലെങ്കിൽ തമിഴ്നാട്, കർണാടക ഇൻഡസ്ട്രീസ് എല്ലാം മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തെലുങ്കിൽ അങ്ങനെ ഇൻഡസ്ട്രീസ് അല്ല. ഇപ്പൊ ഈ ബോളിവുഡിൽ തന്നെ ഒരുപാട് ഫിലിം പ്രൊഡക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നി പറഞ്ഞതാണ് നമ്മുടെ ദിനേശ് വിജയന്റെ മഡ്ഡോക് ഫിലിംസ്. അവരുടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ഫിലിംസ് എല്ലാം നോക്കിയാലും സൂപ്പർ ഹിറ്റ് ആണ്, നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആണ്, നല്ല ക്വാളിറ്റി ഫിലിംസ് ആണ്. ഇപ്പൊ യഷ്രാജിന്റെ കാര്യം പറയുകയാണെങ്കിൽ യഷ്രാജ് ഫിലിംസിന്റെ അവർ നിർമ്മിച്ചുകൊണ്ടിരുന്ന സീരീസിൽ നിന്ന്, അതായത് സിനിമകളിൽ നിന്നുള്ള സീരീസിൽ നിന്ന് ഒരു ഒരു യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ നിർമ്മിച്ചതാണ് നമ്മുടെ ടൈഗർ, പത്താന്, അല്ലെങ്കിൽ ഇപ്പം വാറ്. ഇപ്പം വാറ് ടൂവിന്റെ ട്രെയിലർ, അപ്പം അതിൽ തന്നെ ഇപ്പം നമ്മുടെ ജൂനിയർ NTR അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ വർക്കാവും നമുക്ക് മൂവി കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ആ ഒരു ട്രെയിലറിൽ ഒരു ബോളിവുഡ് ടച്ചിൽ നിന്ന് ഒരു തെലുങ്ക് അല്ലെങ്കിൽ ഒരു കന്നഡ ടച്ചാണ് കൂടുതൽ ഫീൽ ആയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാസ് അല്ലെങ്കിൽ ഒരുപാട് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കുത്തി കയറ്റി ഉള്ളൊരു ടീസർ, ഒരു ട്രെയിലർ പോലാണ് തോന്നിയത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ബോളിവുഡിന്റെ ആ ഒരു കണ്ടന്റ് ഓറിയന്റഡ് മാറി ഇപ്പം വൈഡായിട്ട്, അതായത് ഒരു പാൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ കുറച്ചുകൂടെ വേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ചുമ്മാ ചുമ്മാ കുത്തി കയറ്റിയ അവസ്ഥയായിരുന്നു. ഇപ്പൊ ഇതിൽ ഒരുപാട് കണ്ടന്റ് ആഡ് ചെയ്ത് വിഷയമൊന്നുമില്ല. കാരണം പാൻ ഇന്ത്യ ആകുമ്പോൾ എല്ലാ ഇൻഡസ്ട്രിയും കൂടെ ഇൻവോൾവ് ആണല്ലോ. പക്ഷെങ്കിൽ ഇപ്പം കന്നഡ എന്ന് പറഞ്ഞ ഒരുപാട് അങ്ങ് മാസ് കുത്തി നടക്കുന്ന ഒരു ഇൻഡസ്ട്രി. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രി ബോളിവുഡിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ അതിന്റെ ഒരു പ്രസൻസ് കൂടുമ്പോൾ തന്നെ ആ ഒരു സിനിമയുടെ ഒരു അരോചകം ഫീൽ ചെയ്യും. നമുക്ക് കാണാനുള്ള ഒരു താല്പര്യം കുറയും. അപ്പൊ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റീമേക്ക് ഇൻഡസ്ട്രി എന്ന് അറിയപ്പെടുന്ന ബോളിവുഡ്. അതിനകത്ത് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം റീമേക്ക് ചെയ്യുന്നോടെ ഇരിക്കുക. അപ്പൊ നമ്മളെ മുംബൈ പോലീസ് വരെ റീമേക്ക് ചെയ്തു. ഇപ്പം ഒരുപാട് സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആകെ കോളടിച്ചത് നമ്മളിവിടെ ചെയ്ത ദൃശ്യം 2 നമ്മളിവിടെ OTT ആയിരുന്നു. പക്ഷെ അവർക്ക് കോളടിച്ചു, അവരവിടെ റിലീസ് ചെയ്തു, അവൾ സൂപ്പർ ഹിറ്റ്. ഇപ്പോഴും ബോളിവുഡുകാർ പറയുന്നത് അത് അവരുടെ സിനിമയാണ്, അവരാണ് ഉണ്ടാക്കിയതെന്നാണ്. എന്നൊരു വാദമാണ് ഇപ്പൊ അവർ ഉന്നയിക്കുന്നത്. കാരണം ഏത് സോഷ്യൽ മീഡിയ കയറിയാലും അവര് പറയുന്നത് കണ്ടന്റ് ഓറിയന്റഡ് ഇപ്പോഴും ബോളിവുഡ് ആണ്. പക്ഷെ അവിടുത്തെ പ്രമുഖ ഡയറക്ടേഴ്സ് ഒക്കെ ഇപ്പൊ ബോളിവുഡ് വിട്ട് കേരള, തമിഴ്നാട്, കർണാടക ആ ഒരു രീതിയിലുള്ള ഇൻഡസ്ട്രിയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. കാരണം അവര് പറയുന്നത് അവിടുത്തെ പോലെ നെപ്പോട്ടിസം ഒന്നും ഇവിടെ ഇല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ഇവിടുത്തെ കണ്ടന്റ് പോലല്ല അവിടുത്തെ കണ്ടത്. ഇപ്പൊ ബാക്കിയുള്ള ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മൾ തന്നെയാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളും പറയുന്നത്. നമ്മളിപ്പോ ഒരു പാൻ ഇന്ത്യ റീച്ച് പറയുമ്പോഴത്തേന് നല്ല ഒരു കണ്ടന്റും വേണം. അതുപോലെ തന്നെ എല്ലാ എല്ലാത്തരം ഫാൻസ് അല്ലെങ്കിൽ എല്ലാത്തരം ആരാധകരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ അത് മേക്ക് ചെയ്യണം. അങ്ങനെ ആയിരിക്കും ഒരു സിനിമ. ബോളിവുഡിന് നല്ല കാര്യം വരുമെന്ന് പ്രതീക്ഷിക്കാം.